ഇന്ന് രാവിലെയും കൂടെ എനിക്ക് പക്രുചേട്ടന്റെ ഫോണിൽ പകർത്തിയ പിക്ചേഴ്സ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ പോയത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി സെൻസ് ഉള്ള ഒരാള് പക്രുചേട്ടനാണ്. അതെ, പക്രുചേട്ടന്റെ ഉള്ളിൽ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെ, അങ്ങനെ തന്നെയാണ് പഠിച്ചതും. ഒരുപാട് സ്ഥലത്ത് ഒളിഞ്ഞും തിരിഞ്ഞും പൊന്തക്കാട്ടിലും ഒക്കെ നോക്കി കുളിക്കടവിലൊക്കെ നിന്ന് ഒളിഞ്ഞ് അങ്ങ് എടുത്തതിന്റെയാണ്. അങ്ങനെയുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഇപ്പൊ കോട്ടയത്ത് നിന്ന് മാറി ഇവിടെ താമസിക്കുന്നത്. അതിന് നാടുവിടൽ എന്നൊക്കെ നാട്ടുകാർ പറയും, പക്ഷെ ഞങ്ങൾ അങ്ങനെ അറിയില്ല. കഴിവ് തേടി പോയതാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇത് നല്ലൊരു സീനറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും എന്ന് എനിക്കൊരു ഉപദേശകനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആരേട്ടാ ചങ്ങനാശ്ശേരിയിൽ ആ കൂട്ടുകാരൻ? അല്ല, എന്റെ ഫോട്ടോഗ്രാഫിയുടെ ഞാൻ എടുക്കുന്നതിനെ പറ്റി ഇവര് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ എന്നെ കിട്ടുമോ എന്നുള്ളൊരു സാധനമുണ്ട്. ടെൻഷനല്ല, ഗ്രൂപ്പിൽ വരുമ്പോ പെട്ടെന്ന് ഞാൻ താഴെ നിൽക്കുമ്പോ ഒന്നില് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പോയി പുറകോട്ട് പോയി മറിഞ്ഞു വീണിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. ഒരിക്കല് ദുബായില് ബുർജ് ഖലീഫയുടെ മുന്നിൽ പോയിട്ട് ഇത് ഫുള്ള് കിട്ടണം നിന്റെ വാശി, അതായത് ഫുള്ള് കിട്ടുകയും വേണം എനിക്ക്, ഞാൻ അതിന്റെ ചുവട്ടിൽ നിൽക്കുകയും വേണം, ഇതാണ് എന്റെ വാശി. അപ്പോൾ എനിക്കൊന്ന് നാഷിക്കണോ, വേറെ ആരോ ഒരു കോമഡിയിൽ നമ്മുടെ കൂടെ ഉള്ള ഒരാളൊരു പറഞ്ഞൊരു സാധനമുണ്ട്, എടാ നീ സൂക്ഷിക്കുന്നു, അധികം നോക്കി കഴിഞ്ഞാൽ മലന്ന് മറിഞ്ഞ് താഴോട്ട് പോകും. കാരണം അതിനറ്റം നമുക്ക് കിട്ടുന്നില്ല. എനിക്കത് ഓരോ ജനറേഷൻ വരുമ്പോഴും ഓരോ സ്റ്റൈലുകൾ ഫോട്ടോ എടുക്കുന്നതിനല്ലേ. അത് നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ അടിക്കുമല്ലോ, ഈ ഷോക്കർ അടിക്കുമല്ലോ. അപ്പൊ ഒരു കാലഘട്ടത്തില് മറ്റേ മിമിക്രി തമ്പുരാക്കാൻ ഒന്നിക്കുന്നു. അപ്പൊ ഇങ്ങനെ പിന്നെ ഇതായി ഈ സാധനമുണ്ട്. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇതെല്ലാം മാറി മാറി വന്നു. നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ പോലും നമ്മൾ നിൽക്കുന്നതിന് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. ചിരിക്കാണ്ട് അവര് മറ്റേത്. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കാക്കനാട് ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിൽ ഭയങ്കര കളർഫുൾ ലൈറ്റൊക്കെ വന്നു തുടങ്ങിയ സമയമാണ്. ഡിജിറ്റല് അടിപൊളി ഫോട്ടോസാ. പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, എല്ലാവർക്കും ഒരേ പോസാണ്. ഒരു ചെടിച്ചട്ടി ഇവിടെ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് കണ്ടോട്ടാ, ഇങ്ങനെയൊക്കെ ഒരു പോസ്. ചിരി വരും അല്ലേ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അന്ന് നമ്മള് അഭിനയിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കൂലേ, എല്ലാവർക്കും ഇതേ പോസ്റ്റിലായിരിക്കും ഡയറക്ടേഴ്സ് കാണുന്ന. ഇപ്പൊ പറയുന്ന ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന അന്ന് ഇതുപോലെ ഓരോ ഫോട്ടോസ്, അന്നും പോർട്ട്ഫോളിയോ തന്നെയായിരിക്കും അല്ലേ പറയുന്നത്, ഒരു സെറ്റ് ഓഫ് കുറെ 2-3 ഫോട്ടോസ് അടുപ്പിച്ച്. അതെ അതെ അതെ, എനിക്ക് ആ പേര് ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞില്ലേ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നത് സിനിമ മാഗസീനിലൊക്കെ ഇത് വരികയും ചെയ്യും. ചിലതിൽ അവസരങ്ങൾ തേടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ കുറച്ചുകൂടെ കാൻഡിഡിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെ. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിലും ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. നമ്മള് നെഗറ്റീവായി കണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് പോസിറ്റീവാണ്. പണ്ട് നമ്മൾ ഒളിച്ചെന്ന് ഒരു ഫോട്ടോ, സ്ട്രീറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്തുമായാലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ അത് പച്ചയ്ക്ക് കൊണ്ടുപോയിട്ടേ നമ്മുടെ സ്ട്രീറ്റ് ഫോട്ടോ ആണ്. അത് മാത്രല്ല, ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ തുടക്കത്തിലേക്ക് പെൺകുട്ടികൾക്ക് ഫോട്ടോ അതിലിടാനൊക്കെ ഭയമായിരുന്നു. അതൊന്നുമില്ല. ആദ്യം ഒരു പൂവ്, റോസാ, അറിയാലോ, പിന്നെ കണ്ണ് മാത്രം വരും. സെക്കൻഡ് സ്റ്റേജ് തേടാണ് ഈ പറയുന്ന മഴത്തുള്ളി ഉണ്ടാവും. പിന്നെ ബാക്ക് മുടി മാത്രമായിട്ട്. മഴത്തുള്ളി എന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ആയിട്ട് ഈ റോസപ്പൂവിന്റെ. അശ്വതി അച്ചുവിന്റെ അങ്ങനെയായിരുന്നു.